ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സമയക്കുറവ് എങ്ങനെ പരിഹരിക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ്. സമയക്കുറവ് നമ്മളിൽ അധിക പേരും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അതിനെ ഏറ്റവും ലളിതമായി ഒരു രൂപയുടെ ചിലവുമില്ലാതെ പരിഹരിച്ചെടുക്കുന്ന ഒരു ട്രിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സമയക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉറങ്ങാനാകുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഒരു പേപ്പറും പേനയും എടുക്കുക. എന്നിട്ട് ആ പേപ്പറിൻ്റെ ഒരു പുറത്ത് ഇന്നത്തെ ദിവസം രാവിലെ ഉണർന്നത് മുതൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സമയം, ഓരോ മണിക്കൂറും ഞാൻ എന്ത് ചെയ്തു എന്ന് എഴുതി വെക്കുക. എന്നിട്ട് ആ എഴുതി വെച്ച കാര്യങ്ങൾ ഒന്നുകൂടി വായിച്ച് അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, വെറുതെ സോഷ്യൽ മീഡിയ നോക്കുന്നതുപോലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെട്ടിക്കളയുക. എന്നിട്ട് അതേ പേപ്പറിൻ്റെ മറുപുറത്ത് നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതായത് ടു ഡു ലിസ്റ്റ് എഴുതുക. നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എഴുതുമ്പോൾ അതിന് നമ്പർ കൊടുക്കണം. ഏറ്റവും അത്യാവശ്യമായ, ഏറ്റവും എമർജൻസിയായ കാര്യങ്ങൾ, അതായത് അത്യാവശ്യവും ഇമ്പോർട്ടൻറ്റുമായ കാര്യങ്ങൾക്ക് 1 എന്ന് കൊടുക്കുക. തൊട്ടടുത്ത് വരുന്ന പ്രയോറിറ്റിയുള്ള കാര്യങ്ങൾക്ക് 2, 3 അങ്ങനെ നമ്പർ കൊടുക്കുക. പിറ്റേ ദിവസം രാത്രി കിടക്കാൻ സമയമാകുമ്പോൾ തലേ ദിവസം എഴുതിയ ടു ഡു ലിസ്റ്റ് പരിശോധിക്കുക. അതിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ ആ ദിവസം ഓരോ മണിക്കൂറും ചെയ്ത കാര്യങ്ങളും പരിശോധിക്കുക. എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിൽ നിന്നും വെട്ടിക്കളയുക. ഇങ്ങനെ തുടർച്ചയായി ഒരു ദിവസം പോലും മുടങ്ങാതെ 21 ദിവസം പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ സമയക്കുറവ് എന്ന ഒരു പ്രശ്നം എന്നേക്കുമായി പരിഹരിച്ചെടുക്കാൻ സാധിക്കും. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം. ബൈ.